നടിയെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലാകെ 7 പ്രതികൾ. പൾസർ സുനി ഒന്നാം പ്രതി. ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഗിരീഷ്മ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി അടക്കമുള്ള പ്രധാന പ്രതികളെ ചോദ്യം ചെയ്യുന്നതും തെളിവെടുപ്പും ഉൾപ്പെടെ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടം അവസാനിച്ച സാഹചര്യത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ പൾസർ സുനിയാണ് ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത്. ഇതുകൂടാതെ മാർട്ടിൻ, വടിവാൾ സലീം, പ്രദീപ്, മണികണ്ഠൻ, വിജീഷ്, ചാർലി എന്നിങ്ങനെ 7 പേരാണ് ഈ കുറ്റപത്രത്തിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്കമാലി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി KG ബാബുകുമാർ കുറ്റപത്രം സമർപ്പിച്ചത്. ഈ 375 പേജ് വരുന്ന കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 165 പേരെയാണ് സാക്ഷികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രിയാണ് പൾസർ സുനിയുടെ നേതൃത്വത്തിൽ 6 അംഗ സംഘം നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. സുനി അഭിഭാഷകന് കൈമാറിയ മൊബൈൽ ഫോണിന്റെയും മെമ്മറി കാർഡിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലവും കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ വിചാരണ വേളയിൽ കോടതി ഇവ തെളിവായി കണക്കാക്കും. ഇതുകൂടാതെ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് സുനി മൊഴി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇനി തുടരും. പ്രതീഷിനെ പോലീസ് 2 തവണ നേരത്തെ ചോദ്യം ചെയ്തെങ്കിലും ഫോൺ എവിടെയെന്ന് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടില്ല. നിർണായക തെളിവായ ഈ ഫോൺ കണ്ടെത്താനായി അഭിഭാഷകനെ നിയമപരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട്. പിടിയിലായ പ്രതികളുടെ ഫോൺ രേഖകൾ അടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ പ്രധാന ഘട്ടം അവസാനിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഇതിന്റെ അന്വേഷണം, ഗൂഢാലോചന സംബന്ധിച്ച് മറ്റുമുള്ള അന്വേഷണം ഇനിയും തുടരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഗിരീഷ്മ, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ലണ്ടനിൽ അറസ്റ്റിലായ വിവാദ ഇന്ത്യൻ വ്യവസായി വിജയ് മല്യയ്ക്ക് മണിക്കൂറുകൾക്കകം ജാമ്യം. ലണ്ടൻ വെസ്റ്റ്മിൻസ്റ്റർ കോടതിയിൽ ഹാജരാക്കിയ മല്യയ്ക്ക് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസാണ് മല്യയെ അറസ്റ്റ് ചെയ്തത്. കുപ്രസിദ്ധ മദ്യവ്യവസായി വിജയ് മല്യയെ സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മല്യയ്ക്ക് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അറസ്റ്റ് നടന്ന് 3 മണിക്കൂറിനുള്ളിലാണ് മല്യയ്ക്ക് ജാമ്യം ലഭിച്ചത്. ജാമ്യം നൽകിയത് സ്വാഭാവിക നടപടിയെന്ന് നിയമവിദഗ്ധർ പറഞ്ഞു. മല്യയുടെ കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മല്യയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയത്. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച മല്യയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി 8 ഇന്ത്യ ബ്രിട്ടന് കത്തും നൽകിയിരുന്നു. കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരം മല്യയെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. ബ്രിട്ടീഷ് സമയം ചൊവ്വാഴ്ച രാവിലെ 9:30യോടെയാണ് മല്യയെ സ്കോട്ട്ലാൻഡ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം നാടുകടത്തൽ വിവാദത്തിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരായതാണെന്നും തന്നെ അറസ്റ്റ് ചെയ്തെന്ന തരത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്നും ആരോപിച്ച് വിജയ് മല്യ രംഗത്തെത്തി. തന്റെ അറസ്റ്റ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ പതിവ് ആഘോഷങ്ങളുടെ ഭാഗമാണെന്നാണ് മല്യയുടെ ട്വീറ്റ്. കൈമാറൽ അപേക്ഷയിൽ കോടതി വാദം കേട്ട് തുടങ്ങുന്നതേയുള്ളൂവെന്നും മല്യ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച വാദത്തിന് ശേഷമാകും മല്യയെ കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. മല്യയെ വിട്ടുകിട്ടേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ അധികൃതർ കോടതിയെ ബോധിപ്പിക്കണം. ഇതിനെ എതിർക്കാൻ മല്യയ്ക്കും അവകാശമുണ്ട്. 7 ബാങ്കുകളിൽ നിന്നുള്ള 7000 കോടി രൂപ വായ്പയും പലിശയുമടക്കം 90,000 കോടി രൂപ തിരിച്ചടയ്ക്കാതെ വിജയ് മല്യ രാജ്യം വിട്ടതോടെയാണ് ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി ഇന്ത്യ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്. KM മാണിയെ തിരികെ UDF പാളയത്തിലെത്തിക്കാൻ ചർച്ചകൾ സജീവമാകുന്നു. ഈ മാസം 21-ന് തിരുവനന്തപുരത്ത് ചേർന്ന UDF യോഗത്തിൽ മാണി വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം. മാണിയെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് KPCC പ്രസിഡന്റ് MM ഹസനും ആവശ്യപ്പെട്ടു. അതേസമയം ചരൽക്കുന്ന് സമ്മേളനത്തിലെടുത്ത നിലപാടിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ടില്ലെന്ന് KM മാണിയും വ്യക്തമാക്കി. മലപ്പുറം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് KM മാണി എത്തിച്ചേർന്നതാണ് മാണിയെ തിരികെ UDFിലേക്ക് എത്തിക്കണമെന്ന ചർച്ചകൾ വീണ്ടും സജീവമാകാൻ കാരണം. തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി വിജയം നേടിയതോടെ നീക്കങ്ങൾക്ക് UDF പാളയം ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഈ മാസം 21-ന് തിരുവനന്തപുരത്ത് ചേരുന്ന അടിയന്തര UDF ഏകോപന സമിതി യോഗം മാണിയുടെ തിരിച്ചുവരവ് ചർച്ച ചെയ്യും. KM മാണി തിരികെ UDFിലേക്ക് എത്തണമെന്ന ആവശ്യവുമായി KPCC പ്രസിഡന്റ് MM ഹസൻ രംഗത്തെത്തി. മാണി സാറിനെ UDFിൽ നിന്ന് ഞങ്ങളാരും പുറത്താക്കിയതല്ല. മാണി സാറ് പുറത്തുപോയതാണ്. അദ്ദേഹം എത്രയും വേഗം മടങ്ങി വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വാദം. KM മാണി UDFിൽ തിരിച്ചു വരുന്നതിൽ കോൺഗ്രസിന് എതിർപ്പില്ല എന്നതാണ് ഇത് നൽകുന്ന സൂചന. ഉമ്മൻചാണ്ടിക്കും A ഗ്രൂപ്പ് നേതാക്കൾക്കും മാണി വിഷയത്തിൽ എതിരഭിപ്രായമില്ല. എന്നാൽ മാണി തിരികെ എത്തുന്നതിനോട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട്. ബാർക്കോഴ വിഷയത്തിൽ KM മാണിയും I ഗ്രൂപ്പ് നേതാക്കളോട് അമർഷത്തിലാണ്. തെരഞ്ഞെടുപ്പ് സമയത്തെ സഹായവും അതുപോലെ മാണി ലീഗ് നേതാക്കളോട് കാണിക്കുന്ന നിലപാടും ലീഗിന്റെ പിന്തുണ മാണിക്ക് നൽകുന്നതിന് കാരണമാകുന്നു. മാണിയെ തിരികെ കൊണ്ടുവരുന്നതിന് പലതവണ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ ശ്രമം നടത്തിയിരുന്നു.
മറ്റ് ഘടകകക്ഷികളും മാണി വിഷയത്തിൽ കടുംപിടുത്തമില്ല. എന്നാൽ UDF പ്രവേശന വിഷയത്തിൽ ചരൽക്കുന്ന് യോഗത്തിലെ തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ടില്ലെന്ന് KM മാണി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരള കോൺഗ്രസിലെ നയപരമായ നിലപാടുകളൊക്കെ ചരൽക്കുന്ന് സമ്മേളനത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റമില്ല, ഞങ്ങൾ ആ നിലപാടിൽ നിൽക്കുകയാണ്. അതേസമയം ചർച്ചകൾ സജീവമാക്കി എങ്ങനെയെങ്കിലും KM മാണിയെ UDF പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് A ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ തനിക്ക് അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ മാത്രമേ UDFിലേക്ക് പോകേണ്ടതുള്ളൂവെന്നും പെട്ടെന്ന് നിലപാട് മാറ്റേണ്ടതില്ലെന്നുമുള്ള നിലപാട് മാണിക്കുള്ളതായാണ് മാണിയുടെ വിശ്വസ്തർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണിയെ ആരും UDFിൽ നിന്ന് പറഞ്ഞുവിട്ടതല്ലെന്ന് രമേശ് ചെന്നിത്തല. മാണി വിഷയത്തിൽ UDFിന് അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അല്ല, ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ ഒരു നിലപാടുണ്ട്, UDFിന് നേരത്തെ ഒരു നിലപാട് ഈ കാര്യത്തിലുണ്ട്. കേരള കോൺഗ്രസിനെയും മാണി സാറിനെയും UDFിൽ നിന്ന് പറഞ്ഞു വിട്ടതല്ല, അവരെടുത്തൊരു തീരുമാനമാണ്. അവർക്ക് ആ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു. അന്ന് പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും പറയാൻ ഇപ്പോൾ ഇല്ല. പ്രതിപക്ഷ ഉപനേതാവിനെ ഉടൻ തിരഞ്ഞെടുക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് വരെ ഇതിനായി കാത്തിരിക്കില്ലെന്നും MLA സ്ഥാനം വെള്ളിയാഴ്ച രാജിവെക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കളം മാറിയതോടെ വരുന്ന ഒഴിവു നികത്താനുള്ള ശ്രമങ്ങളിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ തുടരുമെന്ന് കുഞ്ഞാലിക്കുട്ടി നേതാക്കൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ പാണക്കാട് ഹൈദരലി തങ്ങൾ ഉടൻ തീരുമാനിക്കും. പ്രതിപക്ഷ ഉപനേതാവ് കൂടിയാവും മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ. ഇതിനായി വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാർട്ടി തീരുമാനിക്കുന്ന ആൾ വരും. ഇപ്പോൾ കൂടുതലുള്ള MLA-മാരെ കൂട്ടത്തിൽ തന്നെ ആവാം, അല്ലെങ്കിൽ വരുന്ന ആളാവാം. പക്ഷെ അത്രയൊന്നും താമസിക്കാതെ ഈ കാര്യങ്ങൾ തീരുമാനിക്കും. വേഗം അതിന്റെ കാര്യങ്ങൾ വ്യക്തമാവും. MLA സ്ഥാനം വെള്ളിയാഴ്ചയോടെ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കും. വേങ്ങരയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിനെ മത്സരിപ്പിക്കാനാണ് കുഞ്ഞാലിക്കുട്ടിക്ക് താൽപര്യം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് BJP കോർ കമ്മിറ്റിയിൽ വിമർശനം. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ രാജിവെക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് പാർട്ടി നേട്ടമുണ്ടാക്കിയെന്ന് കുമ്മനവും അവകാശപ്പെട്ടു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ദയനീയ തോൽവി ഏറ്റുവാങ്ങിയ സാഹചര്യത്തിലാണ് കുമ്മനത്തിനെതിരായ നീക്കം എതിർവിഭാഗം ശക്തമാക്കിയത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലൂടെ സ്ഥാനാർത്ഥിത്വത്തിൽ സംസ്ഥാനാധ്യക്ഷന് പിഴവ് പറ്റിയെന്നും BJPയുടെ ദയനീയ പ്രകടനത്തിന് ഉത്തരവാദിത്തം കുമ്മനത്തിനാണെന്നും കോർ കമ്മിറ്റിയിൽ ഒരു വിഭാഗം നേതാക്കൾ തുറന്നടിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ ദൌർബല്യവും പിഴവുകളുമാണ് കനത്ത തിരിച്ചടിക്ക് കാരണമായത്. ശക്തനായ നേതാവിനെ നിർത്തണമെന്ന പ്രാദേശിക ഘടകങ്ങളുടെ ആവശ്യം കുമ്മനം തള്ളിയെന്നും ശ്രീപ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം കുമ്മനത്തിന്റെ പിടിവാശിയാണെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. O രാജഗോപാൽ, ശോഭാ സുരേന്ദ്രൻ എന്നിവരടക്കമുള്ള നേതാക്കളാണ് കുമ്മനത്തിനെതിരെ രംഗത്ത് വന്നത്. ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നേതൃത്വം തയ്യാറായില്ലെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതേസമയം വെള്ളാപ്പള്ളിയുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തുവെന്ന വിലയിരുത്തലും യോഗത്തിലുണ്ടായി. എന്നാൽ മലപ്പുറത്ത് നേട്ടമുണ്ടാക്കിയെന്ന നിലപാടിൽ കുമ്മനം ഉറച്ചുനിന്നു. സ്ഥാനാർത്ഥി നിർണയം തിരിച്ചടിയായില്ലെന്നും കുമ്മനം പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ അല്പം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വിജയം തന്നെയായിട്ടാണ് BJP കരുതുന്നത്. BJP ഒരു തരത്തിലും ദുർബലമായിട്ടില്ല, ശക്തി തെളിയിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് ശക്തി അല്പം വർദ്ധിപ്പിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 970 വോട്ട് മാത്രമാണ് BJPക്ക് അധികം നേടാനായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 5 അസംബ്ലി മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞു. സ്ഥാനാർത്ഥി വിവാദവും വോട്ട് കുറഞ്ഞതും നാളെ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലപ്പുറത്ത് പുതിയ വോട്ടർമാരെ പോലും സ്വാധീനിക്കാനാകാത്ത സംസ്ഥാന നേതൃത്വത്തിനെതിരെ BJP കേന്ദ്ര നേതൃത്വത്തിന് അമർഷം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണങ്ങൾ പ്രതിരോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിനായില്ലെന്നും കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. 1 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നത്. മലപ്പുറത്ത് പച്ച തൊടാൻ BJPക്കാകാത്തത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആസൂത്രണമില്ലായ്മയെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര നേതൃത്വം. UPയിലും മണിപ്പൂരിലും സൃഷ്ടിച്ച അത്ഭുതം മലപ്പുറത്തെ വോട്ടിംഗ് ശതമാന വർധനവിലൂടെയും 1 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടുന്നതിലൂടെയും സാധിക്കുമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നത്. 2014 7.5% വോട്ടിൽ നിന്ന് കാര്യമായ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാനാകാത്തത് പുതിയ വോട്ടർമാരെ പോലും സ്വാധീനിക്കാനാകാത്തതിന്റെ പ്രതിഫലനമെന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. 1.5 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് ആനുപാതികമായി വോട്ട് ഉയർത്താൻ കഴിഞ്ഞില്ല. 24% ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ വീഴ്ച പറ്റിയെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ന്യൂനപക്ഷ വിരുദ്ധ തീരുമാനങ്ങൾ പ്രചരണ ആയുധമാക്കിയ പ്രതിപക്ഷത്തെ എതിർക്കാനും സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല.
തോൽവിയിൽ കൃത്യമായ വിശദീകരണം സംസ്ഥാന നേതൃത്വം നൽകാത്തതിലും കേന്ദ്ര BJP നേതൃത്വം അമർഷത്തിലാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്ന ദേശീയ പ്രതിനിധികളോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ ലക്ഷ്യമിട്ട BJPക്ക് മലപ്പുറം ഒരു പരീക്ഷണശാലയായിരുന്നു. എന്നാൽ മലപ്പുറത്തെ വൻ തിരിച്ചടി സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് എന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്ര നേതൃത്വം. മനുശങ്കർ, ദില്ലി. KSRTCയിൽ ആവശ്യത്തിന് പുതിയ ബസ്സുകൾ കൂടി നിരത്തിലിറക്കാനായില്ലെങ്കിൽ KSRTCയിലെ താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കാൻ മാനേജ്മെന്റിന്റെ ആലോചന. ജീവനക്കാരും ബസ്സും തമ്മിലുള്ള അനുപാതം ദേശീയ ശരാശരിയിലേക്ക് താഴ്ത്തുന്നതിന്റെ ഭാഗമായാണ് ബസ്സുകളുടെ എണ്ണം കൂട്ടുകയോ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയോ ചെയ്യണമെന്ന കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നത്. അതേസമയം തൊഴിലാളികളുടെ ആധിക്യത്തിന് പുറമെ ബസ് നിർമ്മാണവും KSRTCക്ക് നഷ്ടമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. KSRTCയിലെ ജീവനക്കാരും ബസ്സും തമ്മിലുള്ള അനുപാതം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്നാണ് KSRTCയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രൊഫസർ സുശീൽ ഖന്നയുടെ കണ്ടെത്തൽ. അനുപാതം കുറയ്ക്കണമെന്നും ഖന്ന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഒരു ബസ്സിന് 5.7 ജീവനക്കാരാണ് വേണ്ടത്. എന്നാൽ KSRTCയിൽ 8.7 പേരുണ്ട്. ഇതിൽ 35,341 പേർ സ്ഥിര ജീവനക്കാരും 8,549 പേർ താൽക്കാലിക ജീവനക്കാരുമാണ്. നിലവിലെ സാഹചര്യത്തിൽ KSRTC അധികൃതർ 2 കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഒന്നുകിൽ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കുക, അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ കൈവിടുക. ഇതിൽ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 2500 പുതിയ ബസ്സുകൾ കൂടി ബോർഡ് ചെയ്തിറക്കുക എന്നത് പ്രായോഗികമല്ല എന്നതാണ് മാനേജ്മെന്റിന്റെ നിലപാട്. KSRTCക്ക് 5824 ബസ്സുകളും ഉപസ്ഥാപനമായ KURTCക്ക് 667 ബസ്സുകളുമാണുള്ളത്. ഇതിൽ സർവീസ് നടത്തുന്നത് വെറും 5160 ബസ്സുകൾ. ഇതിനു പുറമെ ഓരോ മാസവും കട്ടപ്പുറത്താകുന്ന ബസ്സുകളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. KSRTCയെ വർക്കിംഗ് പ്രസിഡന്റ് KK ദിവാകരൻ: ഭാവനാപൂർവമായിട്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ എനിക്ക് ഉറപ്പുണ്ട് ഈ ക്രൈസിസിന് വളരെയേറെ നമുക്ക് മുന്നോട്ട് പോകാനും ഒരു 2-3 കൊല്ലത്തിനകത്ത് ഇതൊരു ലാഭനഷ്ടരഹിതമായ അവസ്ഥയിൽ ഇതിനെത്തിക്കാനും കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എംപാനൽ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും ഒഴിവാക്കുന്ന കാര്യം മാനേജ്മെന്റ് തകൃതിയായി ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കുന്നതിനെതിരെ തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനിടെ KSRTCയുടെ ബസ് നിർമ്മാണവും നഷ്ടത്തിലായതായും പറയുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുടിവെള്ള വിതരണ പദ്ധതിയുണ്ടായിട്ടും കുടിവെള്ളം ലഭിക്കാതെ ദുരിതമനുഭവിക്കുകയാണ് കാസർഗോഡ് കാറൊടുക്കിയിലെ നെല്ലിയടുക്കം SC കോളനി നിവാസികൾ. 65ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ആവശ്യത്തിന് 4/1 വെള്ളം പോലും നിലവിലുള്ള ജലനിധി പദ്ധതിയിലൂടെ ലഭിക്കുന്നില്ല. ഈ പ്രദേശത്തെ കുഴൽക്കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും വറ്റിവരണ്ടിരിക്കുകയാണ്. ജലനിധി പദ്ധതിയിൽ നിർമ്മിച്ച കുഴൽക്കിണറും ജലസംഭരണിയും ഉണ്ടെങ്കിലും കാസർഗോഡ് കാറടുക്ക നെല്ലിയടുക്കം കോളനി നിവാസികൾക്ക് ഇപ്പോൾ കുടിവെള്ളം ലഭിക്കുന്നത് അപൂർവമായി മാത്രം. പട്ടിക വിഭാഗക്കാർ ഉൾപ്പെടെ 63 കുടുംബങ്ങൾ ഈ കോളനിയിൽ താമസമുണ്ട്. തുടർച്ചയായി 12 മണിക്കൂർ മോട്ടോർ പമ്പ് പ്രവർത്തിച്ചാൽ ലഭിക്കുക 1 ടാങ്ക് വെള്ളം. ഒരു ദിവസം കോളനി നിവാസികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ 4/1 പോലും ലഭിക്കുന്നില്ല. തുടർച്ചയായി പ്രവർത്തിപ്പിക്കുന്നതിനാൽ പമ്പ് പലപ്പോഴും നിശ്ചലമാകുന്നു. വൈദ്യുതി മുടക്കവും പതിവ്. വല്ലാത്ത ദുരിതത്തിലാണ് കോളനി നിവാസികൾ. ബോർവെല്ലിൽ വെള്ളം ആറിപ്പോയതാണ് ഒരു പ്രശ്നം. ഞങ്ങൾ വീണ്ടും 50 വീട്ടിൽ കുടിവെള്ളം മോട്ടർ താത്തി നോക്കി, എന്നാലും കിട്ടുന്നില്ല. ഇപ്പോൾ മുമ്പെങ്കിൽ 5 മണിക്കൂറിലുകൊണ്ട് ഒരു ടാങ്ക് 30,000 ഒരു ടാങ്ക് നിറയായിരിക്കും. ഇപ്പോൾ 13 മണിക്കൂറാണ് പിടിക്കുന്ന ഒരു ടാങ്ക് വെള്ളം നിറയുന്നത്. ഈ കറണ്ട് ബില്ലൊന്നും ഞങ്ങൾക്ക് താങ്ങാവുന്നതല്ല. സമീപ പ്രദേശങ്ങളിലെ കുഴൽക്കിണറുകളും മറ്റു ജലസ്രോതസ്സുകളും വരണ്ടു. അതിനാൽ മറ്റെവിടെയും നിന്നും വെള്ളം കൊണ്ടുവരുവാനും കോളനിക്കാർക്ക് കഴിയുന്നില്ല. കുടിവെള്ളമെത്തിക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോളനി നിവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് യെസ് ബാങ്കുമായി ചേർന്ന് പ്രീപെയ്ഡ് മണി കാർഡ് അവതരിപ്പിച്ചു. മുൻകൂറായി 50,000 രൂപ വരെ ലോഡ് ചെയ്യാവുന്നതാണ് പ്രീപെയ്ഡ് മണി കാർഡുകൾ. എല്ലാ ബാങ്കുകളുടെയും ATMകളിലും വ്യാപാര സ്ഥാപനങ്ങളിലെ ഇടപാടുകൾക്കും ഇവ ഉപയോഗിക്കാമെന്ന് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് MDയും CEOയുമായ VP നന്ദകുമാർ അറിയിച്ചു. മാസ്റ്റർ റുപേ കാർഡുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. യെസ് ബാങ്ക് സീനിയർ പ്രസിഡന്റ് റിതേഷ് പൈ, മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ BN രവീന്ദ്രബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫാത്തിമ ഗോൾഡിന്റെ മെഗാ ഷോപ്പിംഗ് ഫീസ്റ്റയുടെ സമ്മാനദാനം ഫാത്തിമ ഗ്രൂപ്പ് ചെയർമാൻ M മുഹമ്മദ് ഹാജി ക്യാമ്പിൽ നിർവഹിച്ചു. കണ്ണൂർ ഫാത്തിമ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ 1ാം സമ്മാനമായ വജ്രാഭരണം അമീർ കാട്ടാമ്പള്ളി, 2ാം സമ്മാനമായ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്നിവ ഫാത്തിമ TV റാസിൻ എന്നിവരും ഏറ്റുവാങ്ങി. ഫാത്തിമ ഗോൾഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് MD KV മുഹമ്മദ് കുഞ്ഞി, ജനറൽ മാനേജർ A മുഹമ്മദ് അഷ്റഫ്, ഫാത്തിമ ഗ്രൂപ്പ് MD റാഫി എളമ്പാറ, ഡയറക്ടർമാരായ നബീൽ, ബിജു, ഉമ്മർ, അബ്ദുൾ ജബ്ബാർ, CP അബ്ദുൾ മജീദ്, KM ഹബീബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.